എടാ ആണ്ടിൻ്റെ കൂടെ ഞാൻ ഉദ്ദേശിച്ചൊക്കെ നന്നായിട്ട് നടക്കിയതാ. ഞാൻ 5-ാം ആണ്ട് ഗംഭീരോട് നടത്തണം. അതാണ് എൻ്റെ ആഗ്രഹം. എടാ ഒരു മിനിറ്റ് ഇടാ, ഞാൻ തിരിച്ചങ്ങനെ വിളിക്കാം. എന്ത് പണിയുണ്ട് ഇന്നലെ എന്താ പറയുന്നത്, നല്ലൊരു ഭക്ഷണം മിസ്സായില്ലേ? അത് സാരില്ലടോ, കുഞ്ഞിലെ തൻ്റെ അപ്പച്ചൻ തനിക്ക് കൊണ്ടുവരുന്ന മിഠായിൽ എത്ര എണ്ണോ എനിക്ക് തന്നേക്കണേ. അതിൻ്റെയൊക്കെ രുചി ഇപ്പോഴും ഉണ്ട് നാക്കിൽ. എന്തായല്ലേ, അപ്പച്ചൻ മരിച്ചിട്ട് ഒരു വർഷം പോയത് അറിഞ്ഞില്ല. ഇപ്പോഴും അവിടെ കിടക്കണമെന്ന് എൻ്റെ വിചാരം. അപ്പച്ചനിപ്പോൾ എങ്ങനെയുണ്ടോ? ഒന്നും പറഞ്ഞില്ല എൻ്റെ പൊന്നുമേരി. ഈ ലക്ഷണം കണ്ടിട്ട് അപ്പച്ചനെ വലിപ്പിച്ചിട്ട് ഇവിടുന്ന് പോകണമെന്ന് തോന്നണം. എത്ര നാളായി കിടപ്പ് തുടങ്ങിയിട്ട്? രോഗി ലേവനം വരെ കൊടുത്തു നോക്കി, എന്നിട്ടും പോണ ലക്ഷണം കാണാനില്ല. അങ്ങനെ പറയല്ലടോ, അവരും അത് കേട്ടുകൊണ്ടിരിക്കണല്ലേ. തനിക്ക് ക്യാപ്പ് കിട്ടുമ്പോഴൊക്കെ അപ്പച്ചൻ്റെ അടുത്ത് പോയി ഇരിക്കണം കേട്ടാ. ഈ ഒരു സമയത്ത് അവർക്ക് കിട്ടാവുന്ന ആകെ ഒരു സന്തോഷം അത് മാത്രമേ ഉള്ളൂ. നന്നായിരിക്കും. എങ്ങനെ അകത്ത് പോയിരിക്കാനാണ്, നാറിയിട്ട് പോയാൽ മുറിക്കാനായിട്ട്. അപ്പച്ചനെ അമ്മച്ചുള്ളതുകൊണ്ട് ഈ കിടപ്പ് അപ്പച്ചന് കിടക്കാൻ പറ്റുന്നത്. കിടക്കുന്നവർ കിടന്നാൽ മതിയല്ലോ, വേറെ ഒന്നും അറിയണ്ടല്ലോ. അല്ല അവർക്ക് പറ്റുമോ അപ്പനെ നോക്കാനായിട്ട്? അത് ശരിയാ. ഇത്ര നാളും കഷ്ടപ്പെട്ട് നോക്കി വളർത്തി തനിക്ക് അതിന് പറ്റണില്ലെങ്കിൽ ഇന്നലെ കയറി വന്ന മരുമോക്ക് പറ്റേണ്ട കാര്യമൊന്നുമില്ല. അമ്മച്ചി ആരാ വന്നേക്കണം നോക്കിയേ. അമ്മച്ചി നാൻസിയൊക്കെ എന്ത്? അവളിവിടെ നിന്ന് പരിപാടി ക്ഷീണം കാരണം കിടന്ന് ഉറങ്ങുവാണ്. നമ്മുടെ കാര്യം പിന്നെ പറയണ്ട. ഇപ്പം അപ്പനെ മേടിച്ചോണ്ടിരിക്കുന്നു. ഇപ്പം 2 ആഴ്ച കട്ടിപ്പൊന്നും എനിട്ടില്ല. അപ്പച്ചനെ നോക്കാൻ അമ്മയുണ്ടായിരുന്നു. നമ്മുടെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ആദ്യം. എടോ, തനിക്ക് പണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഒരു ഹോം നേഴ്സിനെ വെച്ചാൽ പോരെ അമ്മച്ചിനെ നോക്കാനായിട്ട്. ഈ മരിക്കാൻ കിടക്കുന്നത് കൊണ്ട് ഞാൻ കുറേ കാശ് കളയാം. അല്ല, അപ്പം ഇന്നലെ നടത്തിയ പരിപാടിക്ക് ആകെ മൊത്തം തനിക്ക് എത്ര ചിലവായി കാണും? അതെല്ലാം കൂടി പന്തല് ആള് ഭക്ഷണം ഒരു 4-5 ലക്ഷം വേണ്ടാവും. അപ്പച്ചന് വേണ്ടിയല്ലേ, അതൊന്നും ഞാൻ കണക്ക് വെക്കാറൊന്നുമില്ല. മരിച്ചുപോയ അപ്പച്ചന് വേണ്ടി അപ്പച്ചന് പോലും ഗുണമില്ലാത്ത കാര്യങ്ങൾക്ക് ലക്ഷങ്ങൾ കൊടുക്കാൻ തനിക്ക് ഒരു കുഴപ്പമില്ല. ജീവിച്ചിരിക്കുന്ന അമ്മയ്ക്ക് ഒരു ആവശ്യം നടത്തി കൊടുക്കുമ്പോഴാണ് ബുദ്ധിമുട്ടല്ലേ. അല്ല അത് ശരിയായി. ഇപ്പം അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിവിടെ കാണാൻ ആൾക്കാരില്ലല്ലോ. ഞാനൊന്നൊന്ന് പോയി അമ്മച്ചിനെ കണ്ടിട്ട് വരാം.